Good morning. Good morning, Miss. Good morning, Miss. Good morning, Miss. കേറിയല്ലേ ഫസ്റ്റ് ജോയിൻ ചെയ്ത സ്മിതയാണ്. Good morning, Miss. പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു വന്ന സ്മിതയുടെ ജോലിയൊക്കെ വേഗം തീർത്തോ? കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മള് നാബിനെ കുറിച്ചാണ് പറഞ്ഞത്. നാബിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോ അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോ ഇനി നമ്മൾ നോക്കുന്നത് നാബ് സ്റ്റാൻഡേർഡ്സ് ആണ്. നോക്കാം. നമ്മൾ നോക്കുന്ന നാബ് സ്റ്റാൻഡേർഡ്സ്. നാബ് സ്റ്റാൻഡേർഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ. പിന്നെ അതുപോലെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ്സിൽ രണ്ടെണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ഇതിനകത്ത് ചോദിക്കുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ നാബിന്റെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ വരാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതിന്റെ പ്രവേശനം, അസസ്മെന്റ് വിലയിരുത്തല്, പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ കൊടുക്കണതിന്റെ കണ്ടിന്യൂറ്റി. ഇതൊക്കെ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചുള്ള മാനദണ്ഡങ്ങളാണ്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, ACC എന്ന് പറയും. രണ്ടാമത്തെയാണ് കെയർ ഓഫ് പേഷ്യന്റ്, COP, കെയർ ഓഫ് പേഷ്യന്റ്. അടുത്ത മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, മെഡിക്കേഷന്റെ ഒരു മാനേജ്മെന്റ്. ഇതൊക്കെ പേഷ്യന്റിന് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് കേട്ടോ. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, രോഗികളുടെ അവകാശങ്ങളും പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷനും. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ഇതെല്ലാം പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം പേഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഓഫ് പേഷ്യന്റ്, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, പേഷ്യന്റ് റൈറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ഇനി നോക്കിയേ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണിത്. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാനദണ്ഡങ്ങളിൽ വരുന്ന കാര്യമാണ്. Patient safety and quality improvement. Responsibility of the management. Managementന്റെ responsibility, ഉത്തരവാദിത്തം. മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഇത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, പിന്നെ അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. നിഷ് ടീച്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചല്ലേ, ഒരു ചാപ്റ്റർ അല്ലേ അത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇതൊക്കെ ഓർഗനൈസേഷൻ സെന്റേർഡ്സ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ അതെന്താണ് അല്ലെങ്കിൽ ഡീറ്റെയിൽ പഠിക്കേണ്ട. ഇതിനകത്ത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കുന്നുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതിനകത്തെല്ലാം വരുന്നത് മിക്കവാറും ഒരു മാനേജ്മെന്റ് എന്നുള്ള ടൈം എല്ലാത്തിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണാതെ പഠിക്കേണ്ട, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അല്ലെ. എല്ലാത്തിലും വരുന്നില്ലേ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, പിന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതൊക്കെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, ഇത് വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതി.
ഇനി നമ്മൾ നെക്സ്റ്റ് നാബ് കീ പെർഫോമൻസ് ഒന്ന് വായിച്ചു നോക്കണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കട്ടോ. എന്നിട്ട് നെക്സ്റ്റ് നോക്കാം ഏതൊക്കെയാണ് പേഷ്യന്റ് സെന്റേർഡിൽ വരുന്നത്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഓർമ്മ കിട്ടുമല്ലോ. ഒന്ന് വായിച്ചു നോക്കാം അത് ഏതൊക്കെ വന്നെയാണ്. കഴിഞ്ഞ ജസ്റ്റ് ഓരോ ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇനി അടുത്തത് നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്താണ് കീ? അതിന്റെ ഷോർട്ട് ഫോം നോക്കിയാൽ KPIS ആണ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, KPIS. ഇതിനകത്ത് എന്താ പറയുന്നത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന assist in helping to systematically monitor, assess and continually enhance service performance. ഒരു സർവീസ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും നിരീക്ഷിക്കാനും അതിനെ അസസ് ചെയ്യാനും വിലയിരുത്താനും തുടർച്ചയായിട്ട് എൻഹാൻസ് ദ സർവീസ് പെർഫോമൻസ്, കണ്ടിന്യൂലി എൻഹാൻസ് ദ സർവീസ് പെർഫോമൻസ്, ഒരു സർവീസ് പെർഫോമൻസ് തുടർച്ചയായിട്ട് മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഇതിനെയാണ്, ആ സർവീസ് പെർഫോമൻസിനെയാണ് നമ്മൾ എന്താ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതിനാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഹെൽപ്പ് ചെയ്യുന്നത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അസിസ്റ്റ് ഇൻ ഹെൽപ്പിംഗ്. എന്തിനു വേണ്ടിയാ ഹെൽപ്പ് ചെയ്യുന്നത്? സർവീസ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും അസസ് ചെയ്യാനും അതിന്റെ തുടർച്ചയായി അത് മെച്ചപ്പെടുത്താനും ഇംപ്രൂവ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും സർവീസ് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. By themselves, KPIs cannot improve performance. ഈ സ്വയം KPI-കൾക്ക് പ്രകടനം അല്ലെങ്കിൽ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ പറ്റില്ല. However, they do provide. എങ്ങനെയാ അത് ചെയ്യുന്നത്? However, they do to provide signpost that signal progress towards the goals and objective as well as opportunity for sustainable പ്രോസസ്. ഇത് സ്വയം KPI-കൾക്ക് എന്ത് ചെയ്യാം? പ്രകടനം മെച്ചപ്പെടുത്താൻ, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയില്ല. കനോട്ട് ഇംപ്രൂവ് ദ പെർഫോമൻസ്. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്നാലും ഗോൾസിലേക്കും അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഗോൾസിലേക്കും ലക്ഷ്യത്തിലേക്കും ഒക്കെ ഉള്ള പുരോഗതിയും അതിന്റെ പ്രോഗ്രസ്സും സുസ്ഥിര പ്രോഗ്രസ്സും സസ്റ്റൈനബിൾ പ്രോസസ്സും പുരോഗതിക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന സൈൻ പോസ്റ്റിലൂടെയാണ് അവ നൽകുന്നത്. അവർ ദേ പ്രൊവൈഡ് സൈൻ പോസ്റ്റ്. സൈൻ പോസ്റ്റിലൂടെയാണ് അവര് എന്ത് ചെയ്യുന്നത്? ഈ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് സ്വയം ഇംപ്രൂവ് ചെയ്യാൻ, പെർഫോമൻസ് കനോട്ട് ഇംപ്രൂവ് പെർഫോമൻസ് സ്വയം ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ദേ പ്രൊവൈഡ് സൈൻ പോസ്റ്റ്. സൈൻ പോസ്റ്റുകളിലൂടെയാണ് പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്. അത് അതിന്റെ ഗോൾസിലേക്കും ഒബ്ജക്റ്റീവിലേക്കുമുള്ള പ്രോഗ്രസ്സും സസ്റ്റൈനബിൾ പ്രോസസ്സും സുസ്ഥിര പുരോഗതിക്കുമുള്ള അവസരങ്ങള് ഈ സൈൻ പോസ്റ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഇവിടെ തന്നേക്കുന്നത് നോക്കി, ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ലൈക്ലി ടു മോണിറ്റർ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അതിന്റെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതൊരു 32 എത്രയോ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എക്സാമിന് ചോദിക്കുന്നത് ഇതിനകത്ത് ഫോർമുലേനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇങ്ങനെയാണ് കണ്ടേക്കുന്നത് ക്വസ്റ്റ്യൻസ്. അതും നിങ്ങൾ ആ ഫുള്ള് ഞാൻ പറയാം 32 ഉണ്ട്, 32 ഉണ്ട്. അപ്പൊ 32 ഫുള്ള് കാണാതെ പഠിക്കേണ്ട. അതിനകത്ത് ഞാൻ ഇമ്പോർട്ടന്റ് ഉള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഈ 32 പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും ഇല്ലാതെയാവും.
അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ഉള്ളതും ചോദിക്കാൻ ചാൻസ് ഏകദേശം നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അറിയാലോ. അപ്പൊ അതനുസരിച്ച് കുറച്ച് ഞാൻ സെലക്ട് ചെയ്ത് തരാം, അത് പഠിക്കാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുന്ന ഫോർമുലേനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ടൈം കാണിക്കുന്ന ഫോർമുലാസ് ഏതൊക്കെയാണ്? ഓരോന്നിനും ഫോർമുലാസ് തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് ഇമ്പോർട്ടന്റ് ഉള്ളത് നിങ്ങളത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഒന്നാമത്തെ നോക്കിയേ, ഇത് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റ് പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, അത് കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിന്റെ ഫോർമുല താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്നുള്ളതാണ് ജസ്റ്റ് ഒരു സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം അതെങ്ങനെയാ കാണുന്നത്? ദ ടൈം ഷുഡ് ബിഗിൻ ഫ്രം ദ ടൈം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് റീച്ച്ഡ് അറ്റ് ദ ബെഡ് ഓഫ് ദ വാർഡ് till the time that the initial evaluation has been completed by a doctor. ഇതെങ്ങനെയാണ് നമ്മള് ഇനിഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പേഷ്യന്റ് വാർഡിലെ ബെഡിലെത്തിയ സമയം, ബെഡിലെത്തിയ സമയം മുതൽ ഒരു ഡോക്ടർ അവർക്കുടെ ഇനിഷ്യൽ അസസ്മെന്റ് പ്രാഥമിക മൂല്യനിർണയം പൂർത്തിയാക്കുന്നത് വരെയുള്ള ആ ടൈമിനാണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു രോഗി, ഒരു പേഷ്യന്റ് വാർഡിലെ ബെഡിലെത്തിയതിനു ശേഷം, അവർ അഡ്മിറ്റായി ബെഡിലെത്തിയതിനു ശേഷം അതിന്റെ ആ ഡോക്ടറിന്റെ പ്രാഥമിക മൂല്യനിർണയം നടത്തുന്ന വരെയുള്ള ടിൽ ദ ടൈം ഇൻ ദ ഇനീഷ്യൽ ഇവാലുവേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റ് ബൈ എ ഡോക്ടർ. ആ ഡോക്ടർ ആ പ്രാഥമിക മൂല്യനിർണയം പൂർത്തിയാക്കുന്നത് വരെയുള്ള ടൈമിനാണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് ടൈമാ കാണിക്കുന്നത്? ബിഗിൻ ഫ്രം ദ ടൈം ഷുഡ് ബി ബിഗിൻ. ഏത് സമയത്തെ അവിടെ കാണിക്കുന്നത്? time that the patient has reached at the bed of the ward. വാർഡിലെ ബെഡിലെത്തിയ സമയം മുതൽ the time that the initial evaluation has been completed by the doctor. ഒരു ഡോക്ടർ ആ പ്രാഥമിക നിഗമനം നടത്തി ഇനിഷ്യൽ ഇവാലുവേഷൻ പൂർത്തിയാക്കുന്നത് വരെ എടുത്ത സമയത്തിനാണ് പറയുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ, എങ്ങനെയാണ് കാണുന്ന ഫോർമുല? സം ഓഫ് ടൈം taken for initial assessment divided by the total number of admission. എന്താ പറഞ്ഞേക്കുന്നത്? ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത ടൈം, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ആ ഇനിഷ്യൽ അസസ്മെന്റിന് വേണ്ടി പ്രാഥമിക ആ മൂല്യനിർണയത്തിന് വേണ്ടിയിട്ട് എടുത്ത ആ ടൈം, അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, മൊത്തം എത്ര അഡ്മിഷൻ അവിടെ ഉണ്ട്, അഡ്മിഷന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ അതിന്റെ ഫോർമുല? എങ്ങനെയാണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അഡ്മിഷനിലുള്ള ആകെ എണ്ണം. അപ്പൊ നമ്മൾ ഇനിഷ്യൽ അസസ്മെന്റിന് എടുത്ത സമയത്തെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, അവിടെ മൊത്തം അഡ്മിഷന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 100 ഇൻവെസ്റ്റിഗേഷൻസ്. ഇത് കാണാനാണ് ഫോർമുല. എന്താണ്? ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിലും, ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഇറേഴ്സിന്റെ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ്. അവിടെ 1000 ഇൻവെസ്റ്റിഗേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്ത ഇറേഴ്സിന്റെ നമ്പർ കാണുന്നത് എങ്ങനെയാണ്? ഫോർമുല നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ്. അവിടെ റിപ്പോർട്ട് ചെയ്ത ഇറേഴ്സിന്റെ നമ്പറിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്. അവിടെ നടത്തിയ മൊത്തം ടെസ്റ്റിന്റെ പെർഫോം ചെയ്ത മൊത്തം ടെസ്റ്റിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ഡിവൈഡ് ഇൻറ്റു 1000. അതുകൊണ്ട് എന്തുകൊണ്ട് 1000 കൊണ്ട് ഇത് ചെയ്യാൻ കാര്യം? 1000 ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് 1000 കൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അവിടെ റിപ്പോർട്ട് ചെയ്ത ഇറേഴ്സിന്റെ എണ്ണത്തിനെ നമ്പർ ഓഫ് ടെസ്റ്റ്, അവിടെ ആകെ നടത്തിയിട്ടുള്ള ടെസ്റ്റ് പെർഫോം ചെയ്ത ടെസ്റ്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മനസ്സിലായ? മൊത്തം അവിടെ എത്ര എറർ റിപ്പോർട്ട് ചെയ്തു, അതിന് എത്ര ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോം. അവിടെ മൊത്തം എറർ ഇല്ലാത്ത ടെസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ മൊത്തം നടത്തിയ ടെസ്റ്റ് പെർഫോം ചെയ്ത ടെസ്റ്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1000 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിയേ. ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കണ്ടേക്കുന്ന ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് 1000 ഇൻവെസ്റ്റിഗേഷനിൽ റിപ്പോർട്ട് ചെയ്ത എറേഴ്സിന്റെ എണ്ണം കാണാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻറ്റു 1000. ഇനി മൂന്നാമത്തെ നോക്കിയേ. Percentage of adherence to safety precaution by staff working in diagnosis. ഡയഗ്നോസിസ് ജോലി ചെയ്യുന്ന സ്റ്റാഫ് സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ പെർസെന്റേജ്. Okay, percentage of adherence to safety precautions by the staff വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ് ലാബിൽ ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്ന അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സേഫ്റ്റി പ്രിക്കോഷൻ കാണിക്കുന്ന അതിന്റെ മുൻകരുതലുകളുടെ പെർസെന്റേജ്. അപ്പൊ അതെങ്ങനെ കാണുന്ന ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്, സേഫ്റ്റി പ്രിക്കോഷൻ പാലിക്കുന്ന ജീവനക്കാരുടെ എണ്ണത്തിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റേഡ്, മൊത്തം സ്റ്റാഫ് ഓഡിറ്റ് ചെയ്ത സ്റ്റാഫിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതാണ് ഫോർമുല? എങ്ങനെയാ എന്ന് പറഞ്ഞേ. Number of staff adhering to safety precautions by number of staff audited. ഓഡിറ്റ് ചെയ്ത സ്റ്റാഫിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുക. അവിടെ നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ആ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം, അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റ് ചെയ്ത മൊത്തം സ്റ്റാഫ്. എങ്ങനെയാണ് നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് എന്ന് പറഞ്ഞാല് ഏത് സ്റ്റാഫാണ്? അത് അവിടെ ഡയഗ്നോസിസ്റ്റ് മൊത്തം ഉള്ള സ്റ്റാഫിന്റെ ആയിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. ഓഡിറ്റ് ചെയ്ത സ്റ്റാഫുകൾ എന്ന് പറഞ്ഞേക്കണേ. സേഫ്റ്റി പ്രിക്കോഷൻ മൊത്തം സ്റ്റാഫും ഇത് അഡിയർ ചെയ്യുന്നുണ്ടെങ്കിലോ? ഇപ്പൊ 50 സ്റ്റാഫ് പിന്നെ മൊത്തം ഉണ്ടെങ്കിൽ 50 സ്റ്റാഫും കൂടുതൽ ഈ കോംപ്ലിക്കേഷൻസ് ഏരിയയിൽ നിൽക്കുന്ന സ്റ്റാഫുകളായിരിക്കും സേഫ്റ്റി പ്രിക്കോഷൻസ് കൂടുതൽ എടുക്കണേ. ഇപ്പൊ അതിന്റെ ആ ഡയഗ്നോസ്റ്റിക് ലാബിൽ തന്നെയാണെങ്കിലും നമ്മൾ അല്ലാതെ ഇപ്പോ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവര് അങ്ങനെയുള്ളവര് അവര് ലാബിൽ വർക്ക് ചെയ്യുന്നവര് തന്നെയാണ്. പക്ഷെ അവർക്ക് അത്ര സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണമെന്നുണ്ടാവില്ല. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും അങ്ങനെ തന്നേക്കുന്നത്. അപ്പൊ അവിടെ ആ ഡയഗ്നോസ്റ്റിക്കില് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണത്തെ മൊത്തം അവിടെയുള്ള നമ്പർ ഓഡിറ്റ് ചെയ്ത സ്റ്റാഫുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, എല്ലാവരും അത് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് 4th വൺ നോക്കിയാൽ മെഡിക്കേഷൻ ഇറർ റേറ്റ്. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മരുന്നുകൾ അല്ലെ. മരുന്നുകളിൽ ഉണ്ടാകുന്ന ഇറേഴ്സ് റേറ്റ് കാണാനുള്ള ഇക്വേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് പറഞ്ഞിട്ട് ഇക്വേഷൻ നോക്കാം. അതാണ് ഞാൻ ഇക്വേഷൻസ് ഓരോന്നും നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. അതൊന്ന് തറവാക്കി വെക്കാം. കുറച്ച് ഞാൻ സെലക്ട് ചെയ്ത് തരാം. 32 എണ്ണം പഠിക്കണ്ട. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തോന്നുന്നത് അത് ഒഴിവാക്കാൻ പറ്റാത്തതുണ്ടല്ലോ, അത് നോക്കുക. മറ്റതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇത് തറവായിട്ട് പഠിക്കുക. അടുത്ത നോക്കിയ 4th വൺ മെഡിക്കേഷൻ ഇറേഴ്സ് റേറ്റ്. A medication errors is any
preventable event that may cause or lead to unsuitable medication use or patient harm while the medication is in the control of healthcare professional, patient or consumer. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മള് ഈ മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്നാ പറഞ്ഞേക്കുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെയോ ഇത് നോക്കിയേ കൺട്രോൾ ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെയോ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന്റെയോ കൺട്രോളിലായിരിക്കുമ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ട് അവർക്കുടെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ ഈ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് ആ പേഷ്യന്റിന് എന്തെങ്കിലും ഹാം വരുത്തുന്നതിനോ അല്ലെങ്കിൽ വരുത്താൻ കാരണമാകുന്നതോ ആയ ഒരു കാര്യത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഏതെങ്കിലും ഒരു സംഭവത്തിനെയാണ് മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെയോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെയോ കൺസ്യൂമറിന്റെയോ ഒക്കെ ഈ കൺട്രോളിന് അവർക്കുടെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ സ്യൂട്ടബിൾ അല്ലാത്ത അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം മൂലം രോഗിക്ക് എന്തെങ്കിലും ദോഷം വരുത്തുന്നതിനോ അല്ലെങ്കിൽ ദോഷം വരുത്തുന്നതിന് കാരണമാകുന്ന അതിന്റെ ഒരു കാരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിനാണ് മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്ന് പറയുന്നത്. ഇത് കാണാനുള്ള ഫോർമുലയാണ് ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ്. മൊത്തത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ് അത് മരുന്നുകളുടെ അവിടെ ആകെ എണ്ണം ഉള്ള ഇററുള്ള മരുന്നുകളുടെ ആകെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ്. മരുന്നുകളുടെ ആകെ അതിന്റെ അവസരങ്ങൾ ആ ഇറേഴ്സ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ആ അതിന്റെ നമ്പർ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളുടെ എണ്ണാണ് ഓഫ് മെഡിക്കൽ ഇറേഴ്സ് വരാനുള്ള ആ ചാൻസ് ഉള്ള ഓപ്പർച്യൂണിറ്റീസിനുള്ള അതിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മൊത്തം മെഡിക്കേഷൻ ഇറേഴ്സിന്റെ അവിടെ ഉണ്ടായിട്ടുള്ള മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സിന്റെ ഇനി നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള മെഡിക്കേഷൻ ഇറേഴ്സ് വരാൻ ഒരു അവസരമുള്ള അതിന്റെ എണ്ണം കൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മെഡിക്കേഷൻ ഇറേഴ്സ് വരാനായിട്ട് ആ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഇതിനൊക്കെ ഒരു ഇറർ വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഈ ഫോർമുലാസ് ഇങ്ങനെ തന്നെ പഠിക്കാനല്ലേ പറ്റുള്ളൂ. അതിലിപ്പോ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് തരാന്ന് പറഞ്ഞത്. ഇതിങ്ങനെ തന്നെ നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ് ഇൻറ്റു 100. ഇനി അടുത്ത് നോക്കിയേ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻസ്. ഇവിടെ നോക്കിയേ ഇറർ പ്രോൺ അബ്രിവേഷൻസ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗൈഡ്ലൈൻസ് സെറ്റ് ഡൗൺ ഫോർ സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇറർ പ്രോൺ അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു എന്താണ് ആ ഇറേഴ്സ് വരാനുള്ള മരുന്നുകളിലുള്ള ആ ചാർട്ടുകള് അതാണ് അവിടെ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ടാണ്. ഒരു ചാർട്ടില് അവിടെ ഇറേഴ്സ് വരാനുള്ള ആ ഒരു നമ്പേഴ്സിനെ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് അവിടെ മൊത്തത്തിലുള്ള മെഡിക്കേഷൻ മരുന്നുകളുടെ ആ ചാർട്ട് റിവ്യൂ ചെയ്ത എണ്ണം കൊണ്ട് അവലോകനം ചെയ്ത ആ മരുന്നുകളുടെ ചാർട്ട് ആ എണ്ണമുള്ള ചാർട്ട് കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ അതിനകത്ത് ആ ചാർട്ടില് നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറേഴ്സ് അവിടെ ഇററുള്ള ആ ചാർട്ട് മെഡിക്കേഷന്റെ നമ്പർ ഉള്ള ചാർട്ടില്ലേ അതിനെ നമ്മൾ എന്ത് ചെയ്യുക നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂഡ് അവിടെ റിവ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ട്സിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ ഫോർമുലാസ് ജസ്റ്റ് അങ്ങനെ തന്നെ നോക്കാനേ പറ്റുള്ളൂ. എന്തോ അതിന് മുമ്പത്തെ സെന്റൻസ് പറഞ്ഞില്ല. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. The error font abbreviation should be defined in accordance with the guidelines that is set down for any safe medication practice. അപ്പൊ അതായത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും എന്താ പറയാ ഒരു ഇറേഴ്സ് വരാൻ ചാൻസ് ഉള്ള ആ ഒരു
ചാർട്ട് നമ്പേഴ്സിന്റെ ഇത് എണ്ണത്തെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത് സേഫ് ഇത് എങ്ങനെയാ ഗൈഡ് ലൈൻസ്, എന്തിനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് പറഞ്ഞേക്കുന്നത്? സെറ്റ് ഡൗൺ ബൈ ദ സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസിന് വേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ്. അപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് ഒരു ഇറേസ് ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസിനുള്ള ഒരു ഗൈഡ് ലൈൻസിന് വേണ്ടിയുള്ള ഒരു സംഭവമാണ് പറഞ്ഞേക്കുന്നത്. ഫോർമുലാസ് നോക്കിയാൽ മതി, ഫോർമുലാസ് ആണ് ചോദിച്ച് കണ്ടേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് ഇങ്ങനെ നോക്കുക. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ് ഇൻടു 100. ഇവിടെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂമറേറ്ററിൽ തന്നേക്കുന്നത് ഡിനോമിനേറ്ററിലേക്ക് ആക്കി ചോദിക്കാം. ഇവിടെ 100 എന്നുള്ളത് മൾട്ടിപ്ലിച്ച് 10 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോ എന്താ പറയാ, ന്യൂമറേറ്ററിലുള്ളത് നേരെ ഡിനോമിനേറ്ററിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം, അവിടെ ഡിവൈഡഡ് ബൈ എന്നുള്ളത് വേണമെങ്കിൽ ഇൻറ്റു ആക്കി കൊടുക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് വെക്കാം. ചില ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പൊ ഓപ്ഷൻസ് നോക്കി ചെയ്താൽ മതി. പിന്നെ അടുത്തതാണ് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഈ ഇൻപേഷ്യന്റ് അവിടെ കിടത്തി ചികിത്സയില് പ്രതികൂല അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ മരുന്ന് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശതമാനം. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് അവിടെ കിടത്തി ചികിത്സ നടത്തുന്ന ഇൻപേഷ്യന്റ് സർവീസില് കിടത്തി ചികിത്സയില് പ്രതികൂലമായിട്ട് അതിന് എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകുന്ന മരുന്നുകൾ മൂലം ഒരു അഡ്വേഴ്സ് എഫക്റ്റ്, അതായത് പ്രതികൂലമായ മരുന്ന് കൊണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ശതമാനം. ഇപ്പൊ എല്ലാ മരുന്നുകളൊന്നും എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവും, മരുന്നിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ടാബ്ലറ്റ്സ് നമുക്ക് ഡോക്ടേഴ്സ് പറയുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിക്കും, ഇല്ലേ? അലർജി അല്ലെങ്കിൽ ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പെർസെന്റേജ് നമ്മൾ ഇൻപേഷ്യന്റ് കിടത്തി ചികിത്സയില് നമ്മൾക്ക് ആ ഡ്രഗ്സ് കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രതികൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന അതിന്റെ ഒരു പെർസെന്റേജ് അവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഇസ് ദ റെസ്പോണ്ട് ടു ദ ഡ്രഗ് വിത്ത് ദ ടോക്സിക് ആൻഡ് unintended and which happens at doses normally used in a man for prophylaxis, diagnosis or therapy of disease or for the modification of psychologic functions. ഇവിടെ തന്നേക്കുന്ന ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. മരുന്നുകൾ മൂലം ഈ അഡ്വേഴ്സ് റിയാക്ഷൻ എന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് അൺഇൻറ്റൻഡഡ് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു മരുന്നിനോടുള്ള ഒരു പ്രതികരണമാണ്. ഇപ്പൊ ചില എല്ലാ മരുന്നുകളും എല്ലാവർക്കും അത് പ്രശ്നം നല്ല ഇതാവണമെന്നില്ല. ഈ സെയിം മരുന്നുകൾ തന്നെ ഇപ്പൊ ഒരാൾക്ക് ചിലപ്പോ എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു മരുന്നിനോടുള്ള പ്രതികരണം അതിന്റെ പെർസെന്റേജ് ആണ് ഇത്. സാധാരണയായിട്ട് നമ്മൾ മനുഷ്യരിൽ ഡയഗ്നോസ് ചെയ്യുമ്പോൾ, രോഗനിർണയം നടത്തുമ്പോൾ, അല്ലെങ്കിൽ രോഗചികിത്സയ്ക്കോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മോഡിഫിക്കേഷൻ ഫംഗ്ഷൻ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഡോസുകളിൽ നിന്നാണ് ഈ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ തെറാപ്പി ഡയഗ്നോസിസ് ഒക്കെ രോഗനിർണയം നടത്താനും ഒക്കെ എന്തെങ്കിലും ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിനോടുള്ള ഒരു റെസ്പോണ്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും മരുന്നുകള് നോടുള്ള ഒരു പ്രതികരണത്തിന്റെ പെർസെന്റേജ് അവിടെ പറഞ്ഞേക്കുന്നത്. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഇത് തന്നെ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് റിയാക്ഷൻ. പേഷ്യന്റിന്റെ അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ നമ്പർ, ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മരുന്നിനോടുള്ള ആ പ്രതികരണ പ്രതികരണ ഡെവലപ്പ് ചെയ്യുന്ന ആ പേഷ്യൻസിന്റെ നമ്പറിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, മൊത്തം ഉള്ള ഇൻപേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. അതായത് ടോട്ടൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു 100 പേഷ്യന്റ് അവിടെ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോ ഒരു 20 പേർക്ക് ആ മരുന്നിനോട് ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവും, ആ മരുന്നിനോട് ഒരു റിയാക്ഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ റിയാക്ഷൻ ഉള്ള പേഷ്യൻസിന്റെ നമ്പറിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ്, അവിടെ ഉള്ള മൊത്തം ഇൻപേഷ്യന്റ് ആയിട്ടുള്ള അവിടെ കിടക്കുന്ന വാർഡിൽ ആണെങ്കിൽ അവിടെ കിടക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഫോർമുല എന്താ?
ഫോർമുലാസിന്റെ നമ്പർ ഓഫ് number of patients patients divided by number of inpatient into 100. അവിടെ മൊത്തം ആ ഇൻപേഷ്യന്റ് ആ ഒരു വാർഡാണെങ്കിലും അവിടെ മൊത്തം എത്ര പേരുണ്ട്, ആ പേഷ്യൻസിൽ എത്ര പേര് ആ ഒരു മരുന്നിനോട് അഡ്വേഴ്സ് ഇഫക്റ്റ് കാണിക്കുന്നു, അതിന്റെ ആ അത്രയും നമ്പർ, ആ അങ്ങനെ പ്രതികരണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അലർജി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനുള്ള പേഷ്യൻസിന്റെ എണ്ണത്തിനെ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്തത് വന്നേക്കുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ച് അൺപ്ലാൻഡ് റിട്ടേൺ മടങ്ങി വരവ് ഉള്ള പെർസെന്റേജ് ആ പറഞ്ഞേക്കുന്നത്. അതായത് ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഓപ്പറേഷൻ തിയേറ്റർ വിട്ട് കഴിഞ്ഞാൽ ചിലർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോ ഇന്റേണൽ ബ്ലീഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് കേട്ടോ, അത് പ്ലാനിങ് അല്ല. ഇപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ ഒരു സർജറി പ്ലാനിങ്ങോട് കൂടിയാ അല്ലെ, ഇന്നിപ്പോ ഇന്ന ദിവസം ഇന്ന് സർജറി ഉണ്ടെന്ന് പ്ലാൻ ചെയ്യുന്നു, പ്ലാനിങ് ആണ്, പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്താ ഉദ്ദേശിക്കുന്നത്, അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ ഒട്ടി. അതായത് ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ് പോയ പേഷ്യന്റ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടാവോ, ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുന്ന പേഷ്യൻസ് തിരിച്ച് അൺപ്ലാൻഡ് ആയിട്ട് വീണ്ടും അവരെ എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ട് എന്തെങ്കിലും തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വരും. അതിന്റെ പെർസെന്റേജ് അവിടെ കാണുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാത്ത അൺപ്ലാൻ ചെയ്യാത്ത റിട്ടേണിന്റെ പെർസെന്റേജ് അവിടെ തന്നേക്കുന്നത്. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ, ആസൂത്രണമല്ലാതെ. അതിപ്പോ എല്ലാ സർജറി കഴിഞ്ഞ കേസുകളിലും വന്നില്ലല്ലോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസുകളിൽ മാത്രമാണ് അങ്ങനെ തിരിച്ച് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരേണ്ട ഒരു ചാൻസ് ഉള്ളു. അത് അൺപ്ലാൻഡ് റിട്ടേൺ, ആസൂത്രണമല്ലാത്ത ഒരു മടങ്ങി വരവാണ്. എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ മൂലം പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്ലാനിങ്ങും ഇല്ല, പെട്ടെന്നുള്ള ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ്. ഓക്കെ, unplanned return to the operation theatre is defined as any secondary procedure needed for complication that result directly from the index operation during the same admission. എന്താ പറഞ്ഞേക്കുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണമല്ലാത്ത ഒരു ഇൻഡെക്സ് ഓപ്പറേഷനിൽ നിന്ന് നേരിട്ട് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻസ് മൂലം, കോംപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സെക്കൻഡറി പ്രൊസീജിയർ ആയിട്ട് അവിടെ പറയുന്നത്, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് മൂലം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ടുള്ള മടങ്ങി വരുന്നത്. ഫോർ എക്സാമ്പിൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്, എന്താന്ന് പറഞ്ഞത്, ഈ എന്തെങ്കിലും ബ്ലീഡിങ്, എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് എന്തെങ്കിലും ബ്ലീഡിങ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ഡിപ്രിഡിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈസ് ദ റിമൂവൽ ഓഫ് ഡെഡ് ഓർ ഇൻഫെക്റ്റഡ് സ്കിൻ ടിഷ്യൂ ഇൻ ദ ഹെൽപ്പ് ഓഫ് വൂണ്ട് ഹീലർ. എന്തെങ്കിലും ടിഷ്യൂസ്, ഡെഡ് ഓർ ഇൻഫെക്റ്റഡ് ടിഷ്യൂസ് ഒക്കെ മാറ്റണമെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡറി സ്ക്യൂട്ടറിങ് എന്ന് വെച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും വീണ്ടും എന്തെങ്കിലും ഒരു ഇതൊക്കെ എന്താ പറയാ, സർജറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും അതിലെ സർജറിക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിലൊക്കെ വല്ല പഴുപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ വീണ്ടും സ്റ്റിച്ച് ഇടണം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും രണ്ടാമത് കൊണ്ടുവരുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും എംബ്ലോക്ടമി എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പൾമറി എംബ്ലോളിസം ഉള്ള പേഷ്യൻസിന് നടത്തുന്നതാണ്. അതൊന്നും ഡീറ്റെയിൽ നോക്കണ്ട. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ഓപ്പറേഷൻ, ഒരു സർജറി കഴിഞ്ഞ് വീണ്ടും ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ്. ഇവിടെ അത് കാണാനുള്ള ഫോർമുല നോക്കുക. എങ്ങനെയാണ്, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OPT, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ, ആസൂത്രണമല്ലാത്ത ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള മടങ്ങി വരുമുള്ള പേഷ്യൻസിന്റെ എണ്ണം, അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ മടങ്ങി വരുന്ന ആ റിട്ടേൺ divided by number of patient who's underwent surgeries into operation theatre. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം. അപ്പൊ ഇതിനകത്തിപ്പോ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ 50 പേഷ്യൻസിന് സർജറി ചെയ്തെങ്കിൽ കോംപ്ലിക്കേഷൻ കൊണ്ട് ചിലപ്പോൾ 3 പേര് എങ്ങാനും തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ മടങ്ങി വരേണ്ട വരും. അപ്പൊ അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ 3 ഡിവൈഡഡ് ബൈ എത്ര വരും, 50 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു
100 ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു underwent surgeries into the operation theatre. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്ന് അവിടെ ഓപ്പറേഷന് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ഏതാണ് അത് ഇക്വേഷൻ? ഏതാണ് ഫോർമുല? ഏതാ? നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ, അല്ലെങ്കിൽ മടങ്ങി വരുന്ന കേസുകൾ. സർജറി ചെയ്യാണ്ട് മടങ്ങി വരുന്നതല്ലേ മിസ്? അതായത് പോയിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നതല്ലേ ഉദ്ദേശിക്കുന്ന? ഇതിനകത്ത് ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും സെക്കൻഡറി പ്രൊസീജിയർ മൂലം തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസ് എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം അവിടെ അന്ന് ആ സർജറി ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. സഫിയ, സഫിയല്ലേ? അല്ലല്ല, ഞാൻ ശരണ്യാണ് മിസ്. ശരണ്യാണ് ചോദിച്ചേ? ഓക്കെ ഓക്കെ. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ്. ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവൂലോ, അതാ ഉദ്ദേശം അവള് ചോദിക്കണേ. എന്തോ? ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞ് പോയിട്ടുണ്ടാവൂലോ, അതാണ് അവള് ചോദിച്ചത്. എന്നിട്ടല്ലേ തിരിച്ചു വരുന്നേ? ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞ് പോയി, പെട്ടെന്ന് അയാൾക്ക് ബ്ലീഡിങ് ആയാൽ അയാൾ തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ വരും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ് അങ്ങനെയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് മൂലം തിരിച്ച് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന ഒരു പേഷ്യൻസിന്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അൺപ്ലാൻഡ് റിട്ടേൺ ടു ദ OT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ്. അവിടെ അന്ന് സർജറിക്ക് വിധേയരായ പേഷ്യന്റിന്റെ എണ്ണം, സർജറിക്ക് അന്ന് വിധേയരായ പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, നിങ്ങൾ അത്രയും എന്താ പറയാ, എന്തായാലും ഇക്വേഷൻസ് ഉണ്ടാവും, മറിച്ചും തിരിച്ചൊക്കെ തരുമെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് നോക്കാട്ടോ. അടുത്ത നോക്കിയേ. അപ്പൊ എല്ലാം മിക്കവാറും ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ കൊണ്ട് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മിക്കവാറും പറഞ്ഞത് അതിൽ എത്ര പേർക്ക് എന്താണോ സംഭവം എന്നുള്ളത് ഡിവൈഡഡ് ബൈ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആ ഒരു ഇത് വെച്ചിട്ട് നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ്, അന്ന് അവിടെ സർജറിക്ക് വിധേയരായ പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അടുത്ത് നോക്കിയേ. നെക്സ്റ്റ് 8ാമത്തെ, percentage of surgeries where the organization procedure to prevent adverse events like a wrong site, wrong patient and wrong surgery have been adhered to. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ നോക്കിയേ. അവിടെ തെറ്റായിട്ടുള്ള സൈറ്റ്, റോങ് സൈറ്റ് മൂലം റോങ് പേഷ്യന്റ്, റോങ് സർജറി തുടങ്ങിയ ഒരു പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ആ സംഭവങ്ങള് അവിടെ അനുകൂലമല്ലാത്ത ഒരു അഡ്വേഴ്സ് പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ തടയുന്നതിനുള്ള ഓർഗനൈസേഷന്റെ ഒരു പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറീസിന്റെ പെർസെന്റേജ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. എന്താ വെച്ചാൽ തെറ്റായിട്ടുള്ള സൈറ്റുകൾ മൂലം അല്ലെങ്കിൽ റോങ് പേഷ്യന്റ് അല്ലെങ്കിൽ റോങ് സർജറി അങ്ങനെ എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ തടയാൻ വേണ്ടിയിട്ട്, അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷന്റെ ആ പ്രൊസീജിയേഴ്സ് പാലിച്ചുകൊണ്ടുള്ള സർജറീസിന്റെ പെർസെന്റേജ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഇത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്. ആ പ്രൊസീജിയർ പിന്തുടർന്ന, ആ നടപടിക്രമം പിന്തുടരുന്ന ആ ശസ്ത്രക്രിയകളുടെ എണ്ണം, നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്. ആ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ടുള്ള ആ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള ആ സർജറീസിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്. അവിടെ നടത്തിയ സർജറീസിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ആ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറീസിന്റെ എണ്ണത്തെ അവിടെ പെർഫോം ചെയ്ത സർജറീസിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് സർജറീസ് വേർ പ്രൊസീജിയർ
where the procedure was followed. പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ അവിടെ സർജറി നടത്തിയ സർജറിയുടെ എണ്ണത്തിനെ നമ്പർ ഓഫ് സർജറി അവിടെ പെർഫോം ചെയ്ത സർജറീസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്താണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ നോക്കിയേ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതല്ലേ. The transfer of blood from one person to another is called the transfusion reaction. Transfusion. ഇവിടെ നോക്കിയേ, അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ് പറഞ്ഞേക്കുന്നത്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ്. Any adverse adverse effect reaction to the transfusion of blood or blood component should be considered as transfusion reaction. ഈ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്റ്റ് അതിനെതിരായിട്ടുള്ള ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണന്റോ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും എന്താ പറയാ അഡ്വേഴ്സ് എതിരായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻസ്. It may be range from mild allergic reactions including chills, rigors. ഇത് എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള ചിലപ്പോ നമ്മള് എന്തെങ്കിലും ചില അലർജി, ചൊറിച്ചില് അങ്ങനെയുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. ടു ദ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് അത് മുതൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യാനും നമ്മൾ ഡൊണേറ്റ് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ ഡീറ്റെയിൽ പഠിച്ചു. അപ്പൊ അതിനകത്ത് ഓരോരുത്തർക്കും ഗ്രൂപ്പുകാർക്ക് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് വേണം ട്രാൻസ്ഫ്യൂസ് ചെയ്യാനായിട്ട്. അതിലെന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്റ്റ് എന്തെങ്കിലും കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അലർജിക് റിയാക്ഷൻ മുതൽ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ജീവൻ അപകടത്തിൽ തന്നെ ആവുന്നത് വരെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. അതാണ് ഇവിടെ അങ്ങനെയുള്ളതിന്റെ പെർസെന്റേജ്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ് കാണുന്നത് വാക്യം എന്ന് പറയുന്നത് ഫോർമുല നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ആ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ നമ്പറിനെ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫോം ആ ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്താണ് സഫിയ? ട്രെയിൽ എന്നുള്ളതാണ് എന്റെ ഗ്രാഫ്റ്റ് ഇവിടെ കാണുന്നുണ്ടല്ലോ ഗ്രാഫിക് വേഴ്സസ്. അത് ഒരു ഡിസീസിന്റെ കോംപ്ലിക്കേഷൻ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ഡിസീസിന്റെ പേരാണ് പറഞ്ഞേക്കുന്നത്. അതൊന്നും ഡീറ്റെയിൽ പറയോ? TRALI അല്ലേ? ആ ട്രെയിലി എന്ന് പറയുന്ന ആന്റിഗ്രാഫ്റ്റ് വേഴ്സസ് പോസ്റ്റ് ഡിസീസ്. അങ്ങനെ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് ആവുന്ന ഡിസീസസ് വരെ ഇങ്ങനെയുള്ള ഇതിനകത്ത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ വരാമെന്നുള്ളതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതിനകത്ത് ഇത് നോക്കിയാൽ മതി നിങ്ങൾ. പിന്നെ ഞാൻ ഈ പാരഗ്രാഫ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഫോർമുലാസ് നോക്കാം. അവിടെ നടത്തിയ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫർ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് പറയാത്തത്. അതിന്റെ എക്സ്പാൻഡ് ഫോം ഞാൻ നോക്കിയിട്ടില്ല. നോക്കണമെങ്കിൽ ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് റിയാക്ഷൻസ് മുതൽ അതുവരെ വരാം. അലർജിക് റിയാക്ഷൻസ് മുതൽ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് റിയാക്ഷൻസ് വരെ വരാമെന്ന് പറഞ്ഞിരുന്നത്. അവിടെ നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി ആണ്. ട്രാൻസ്ഫ്യൂട്ടഡ് റിലേഷൻ അക്യൂട്ട് ലങ് ഇഞ്ചുറി. അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഓക്കെ, അതുപോലുള്ള അങ്ങനെ ജീവൻ അപകടത്തിലാകുന്ന കോംപ്ലിക്കേഷൻ റിയാക്ഷൻസ് വരെ വരാം എന്നുള്ളത് ഉദ്ദേശിച്ചേക്കുന്നത്. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു 100. ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ചോദിച്ച് ഇപ്പൊ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടേക്കുന്നത് ഇതിന്റെ ഫോർമുലാസ് ആണ് ചോദിച്ച് കണ്ടേക്കുന്നത് കേട്ടോ. അല്ലാതെ ഇതിന് വേറെ അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഇതെന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല.
പിന്നെ അടുത്ത 10ാമത്തെ നോക്കിയേ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. മോർട്ടാലിറ്റി എന്താ പറയുന്നേക്കുന്നേ, മരണനിരക്ക് അല്ലെ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. Standard mortality ratio is the ratio of the perceived or actual mortality and anticipated mortality for a specific time period. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഓക്കെ, ICUവിലുള്ള നമ്മുടെ ICU കിടക്കുന്ന, ICU എന്ന് വെച്ചാൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതിനകത്ത് ക്രിട്ടിക്കലായി കിടക്കുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ അങ്ങനെ ICUവിലുള്ള സ്റ്റാൻഡേർഡ് മോർട്ടാലിറ്റി റേഷ്യോ പറഞ്ഞേക്കുന്നത് ഒരു നിശ്ചിത കാലയളവിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ദ റിസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി ആൻഡ് ദ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു നിശ്ചിത കാലയളവ് ഗ്രഹിച്ചതോ യഥാർത്ഥമോ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള മരണനിരക്കും പ്രതീക്ഷിക്കുന്ന, അവിടെ ഇപ്പൊ ICUവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഏകദേശം അവര് മരണം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ മരണം എന്തായാലും മരിക്കുന്നുള്ള, അങ്ങനെ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ആ പേഷ്യൻസും അങ്ങനെയുള്ള അത് തമ്മിലുള്ള അനുപാതമാണ് ഈ സ്റ്റാൻഡേർഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അവിടെ ICUവിൽ കിടക്കുന്ന യഥാർത്ഥത്തിൽ സംഭവിച്ച മരണങ്ങൾ, അതിനെ നമ്മൾ പ്രിഡിക്റ്റഡ്, മരണം പ്രതീക്ഷിക്കുന്ന, അത് മുൻകൂട്ടി കണ്ട പേഷ്യൻസ് ഉണ്ടല്ലോ, പ്രിഡിക്റ്റഡ് ഡെത്ത്, അതിന് മരിക്കും എന്നുള്ളതുള്ള അങ്ങനെയുള്ള പേഷ്യൻസിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അതിന്റെ ഫോർമുല നോക്കിയേ, ആക്ച്വൽ ഡെത്ത് ഇൻ ICUവിൽ സംഭവിച്ച യഥാർത്ഥ മരണങ്ങൾ. ഇപ്പൊ ഒരു 10 പേഷ്യന്റ് ICU കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് യഥാർത്ഥത്തില് നമ്മള് ഇപ്പൊ 5 പേഷ്യന്റ് ഒരു പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ മരിച്ച ICUവിൽ മരിച്ച പേഷ്യന്റ് അല്ലെങ്കിൽ അന്ന് സംഭവിച്ച ഡെത്ത് 5 പേര് മരിച്ചു, 5 ഡെത്ത് ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ് ഡെത്ത്. അപ്പൊ അതിന് ചിലര് ഇപ്പൊ എന്തായാലും ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്തവരുണ്ടാവുമല്ലോ, മരിക്കുമെന്ന് ഉറപ്പുള്ളവര്. അങ്ങനെ ആ പ്രിഡിക്റ്റ് ചെയ്ത ഡെത്ത്, ICUവിൽ പ്രിഡിക്റ്റ് ചെയ്ത ഡെത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. Actual death in ICU divided by predicted death in ICU into 100. ഓക്കെ, അപ്പൊ നമ്മൾ 10 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ 10 എണ്ണം ജസ്റ്റ് 1 2 3 നമ്പർ ഇട്ടിട്ട് ജസ്റ്റ് ആ ഹെഡിങ് ഒന്ന് കൊടുത്ത് അതിന്റെ ഫോർമുലാസ് ഒന്ന് നോട്ടിലേക്ക് എഴുതിക്കുക. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് എഴുതാം, ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഫോർമുല ഒന്ന് എഴുതണ്ട, അതിന്റെ താഴെ എഴുതാം, സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ഇത് എഴുതുമ്പോ അതിന്റെ ഒപ്പം ഒന്ന് മനസ്സിലാക്കി പോവാ കേട്ടോ. ഫോർമുലാസ് മാത്രം ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം. 32 എണ്ണം പഠിച്ചാലാണ് 1 2 അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇല്ല ഈ ഒരു ഭാഗത്ത് നിന്ന്. അതിനകത്ത് 32 എണ്ണം പഠിച്ചാലാണ് 2 എണ്ണം ചോദിക്കുള്ളൂ, അതിലേക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് ഒരു പ്രാവശ്യം ആ ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ച് എല്ലാം ഒന്ന് അടുപ്പിച്ചാക്കി എഴുതുമ്പോ തന്നെ അത് പഠിച്ചും പോവാട്ടോ. ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. സെക്കൻഡ് എഴുതാം, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. എഴുതാം, താഴെ എഴുതുക, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോം ഇൻറ്റു 1000. ഇവിടെ 1000 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് തന്നിട്ടുള്ളത് കൊണ്ട് ഇൻറ്റു 1000 ചെയ്യാം.
മൂന്നാമത്തെ പെർസെൻറ്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക് ആണുള്ള ഫോർമുല നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റ് ചെയ്ത സ്റ്റാഫ്സുകൾ, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന സ്റ്റാഫിന്റെ നമ്പറിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് ഇൻറ്റു 100. ഇക്വേഷൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ നോക്കി എഴുതിയാൽ മതി. Next, for the medication errors rate. Medication errors rate കാണാനുള്ള ഫോർമുല total number of medication errors divided by total number of opportunities of medication error. എറേഴ്സ് വരാനുള്ള അവസരങ്ങൾ, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള എറേഴ്സിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. Next, percentage of medication chart with error prone abbreviations. കാണാനുള്ള ഫോർമുല number of medication chart with errors prone abbreviation divided by number of medication chart reviewed. അവിടെ റിവ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100. നെക്സ്റ്റ് ആറാമത്തെ percentage of inpatient developing adverse drug reaction. Percentage of inpatients developing adverse drug reaction. Formula number of inpatient developing adverse drug reaction divided by number of inpatient. അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള നമ്പേഴ്സ്, ഇൻപേഷ്യന്റിന്റെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക, ഇൻറ്റു 100. ഇത് ഏതാ പറയണേ? ഞാനിവിടെ കോള് കട്ടായി പോയായിരുന്നു. ഞാനിപ്പോ 6 പറഞ്ഞു കേട്ടോ. പ്രിന്റഡ് നോട്ട് ഉണ്ട് കയ്യില്. ഇപ്പൊ ഏത് ഇക്വേഷൻ പറഞ്ഞേ? ഞാൻ ഫോൺ നെറ്റ് പോയായിരുന്നു. ആറാമത്തെ ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അത് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് റിയാക്ഷൻ ഉള്ള പെർട്ടിക്കുലർ റിയാക്ഷൻസ് ഉള്ള നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണത്തിനെ ഡിവൈഡഡ് ബൈ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക, ഇൻറ്റു 100. ഇക്വേഷൻസ് നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാനേ പറ്റുള്ളൂ. Okay.
ഇനി ഏഴാമത്തെ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ട് മടങ്ങി വരുന്നവരുടെ പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ. Number of unplanned return to OT divided by number of patients who underwent surgeries in the operation theatre. അന്ന് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി നടത്തിയ പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ അൺപ്ലാൻഡ് റിട്ടേൺ ആയിട്ടുള്ള നമ്പറിനെ നമ്പർ ഓഫ് പേഷ്യന്റ് അവിടെ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. into 100. Next, percentage of surgeries where the organization procedure to prevent adverse event like adverse events like a wrong site, a wrong patient, and a wrong surgery have been adhered to. Number of surgeries where the procedure was followed. Procedure അനുസരിച്ച് സർജറി ചെയ്ത number of surgeries നെ total surgery performed. അവിടെ പെർഫോം ചെയ്ത total number of surgeries കൊണ്ട് ഡിവൈഡ് ചെയ്യുക into 100 ചെയ്യുക. Number of surgeries where procedure was followed. Procedure follow ചെയ്ത് നടത്തിയ സർജറികളുടെ എണ്ണത്തെ divided by number of surgeries performed. അവിടെ പെർഫോം ചെയ്ത സർജറീസിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. നെക്സ്റ്റ് എട്ടാമത്തെ കഴിഞ്ഞ എട്ടാമത്തെ അങ്ങനെ മുഴുവനും എഴുതണോലെ മിസ്സേ? അത് ഇത്ര എഴുതിയാലും മതി. നോക്കിയേ, പെർസെന്റേജ് ഓഫ് സർജറീസ് വേർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു പ്രിവെന്റ് അഡ്വേഴ്സ് ഇവന്റ്സ്, അത്ര എഴുതിയാലും മതി. പിന്നെ അത് ഏതൊക്കെയാന്ന് പറഞ്ഞേക്കണം, ലൈക്ക് എന്നുള്ളത് തുടങ്ങി വേണമെന്നില്ല, അത്ര എഴുതിയാൽ മതി. Percentage of surgeries where the organization procedure to prevent adverse events. കാണാനുള്ള equation. Number of surgeries where the procedure was followed. Procedure അനുസരിച്ച് follow ചെയ്ത സർജറീസിന്റെ നമ്പർ divided by number of surgeries performed. ഓപ്ഷൻസ് തരുന്നിട്ട് ഫോർമുലാസ് എഴുതാൻ പറയുമ്പോ ബുദ്ധിമുട്ടില്ലല്ലോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അറിയാലോ അല്ലേ? ഓപ്ഷൻസ്, ഫോർമുലാസിന്റെ ഓപ്ഷൻസ് തന്നിട്ട് ഫോർമുല എഴുതാൻ പറയുമ്പോ ബുദ്ധിമുട്ട് തോന്നില്ലല്ലോ. അതിനകത്ത് തന്നെ ഉണ്ട്, ഏകദേശം അതിനകത്ത് ഉണ്ട്, നമ്മുടെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നോക്കിയ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർമുല എന്നാ? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫർ ഇൻറ്റു 100.
അതിനകത്ത് വേണമെങ്കിൽ TRA അതിന്റെ ഫുൾ ഫോം എഴുതിയോ? ട്രെയിലിൽ നിന്നുള്ളതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം എഴുതിക്കോ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഇതൊക്കെ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ് ആണ്. ഈ ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഒരു ജീവകളുടെ അപകടത്തിലാക്കുന്ന സങ്കീർണമായ ഡിസീസുകളൊക്കെയാണ്. അതൊന്നും ഇഷ്ടംപോലെ ഫുൾ ഫോം വേറെ ചോദിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്ന് ഈ ഫോർമുലാസ് ആണ്. ഓരോ ഏരിയനെ ഫോക്കസ് ചെയ്തിട്ടാണല്ലോ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഫോർമുലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്ന് അങ്ങനെ ചോദിക്കാൻ വഴിയില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നും പിന്നെ ഇന്ന ഭാഗങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത് ഇക്വേഷൻസ് ആണ് ചോദിച്ചു കണ്ടേക്കുന്നത്. അതിന്റെ ഫോർമുലാസ് ആണ്. കറക്റ്റ് ഫോർമുല ഏതാണ്, ഫൈൻഡ് ഔട്ട് ദ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. വേണമെങ്കിൽ എഴുതി വെച്ചു. ട്രാൻസ്ഫ്യൂഷൻ ഒരുപാട് വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ കൃത്യമായിട്ട് പഠിക്കാം. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ സ്റ്റാൻഡേർഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. മോർട്ടാലിറ്റി റേഷ്യോ, സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ആക്ച്വൽ ഡെത്ത് ഇൻ ICU സംഭവിച്ച യഥാർത്ഥ മരണത്തിലെ ഡിവൈഡ് ബൈ പ്രിഡിക്റ്റഡ് ഡെത്ത്. ICU ഉള്ള നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത പ്രിഡിക്റ്റഡ് ഡെത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. നെക്സ്റ്റ് 11ാമത്തെ, അത് കഴിഞ്ഞിട്ട് മതി. കഴിയുമ്പോ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. 10 എണ്ണം ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് എഴുതിച്ചത്. എന്റെ സമയം പോവുകയാണ്, എന്നാലും ഒരു പ്രാവശ്യം ആ ബുക്കിലേക്ക് എഴുതുമ്പോ ആ ഫോർമുലാസ് ഒന്ന് മനസ്സിൽ കയറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. വെറുതെ ഇങ്ങനെ വായിച്ചു പോയിട്ടും കാര്യമില്ലല്ലോ, ഒരുപാട് അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം നമ്മൾ എഴുതുമ്പോ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി പതിയുമല്ലോ. ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU ഇൻറ്റു 100. ഇനി 11. അതൊക്കെ സിമ്പിൾ ആണ്. കഴിഞ്ഞില്ലേ? ഇനി ആരുടെങ്കിലും കഴിയാത്തുണ്ടോ? അത് പറഞ്ഞാൽ മതി, അതായിരിക്കും എളുപ്പം. 10 എണ്ണത്തിന്റെ ഫോർമുല എഴുതി കഴിയാത്തവരുണ്ടോ? എഴുതി തീരാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, കഴിഞ്ഞു. ഇനി 11ാമത്തെ നോക്കി. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്നവരെ, റിട്ടേൺ ചെയ്തവര് എപ്പോഴാ? വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കോംപ്ലിക്കേഷൻസ്. ഒരു സിമിലർ കോംപ്ലിക്കേഷൻസുമായിട്ട്, ഒരേ സാമ്യമുള്ള കോംപ്ലിക്കേഷൻസുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയവരെ റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കോംപ്ലിക്കേഷൻസ്. അതിന്റെ ഫോർമുല നോക്കിയേ, ഇത് തന്നെയാണ്. നോക്കിയേ, നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കോംപ്ലിക്കേഷൻസ്. ആ ഹെഡിങ് തന്നെ അവിടെ കൊടുത്തേക്കുന്നത്. ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യണേ? നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഹാവ് കം ടു ദ കംപ്ലൈന്റ്സ്. എന്തോ ഇതിൽ കംപ്ലൈന്റ്സ് എന്നാണ് മിസ്, കോംപ്ലിക്കേഷൻസ് എന്നല്ല പറയണേ. കംപ്ലൈന്റ്സ്. ഓക്കെ, സോറി, കംപ്ലൈന്റ്സ്. എന്തെങ്കിലും പ്രസന്റ് ആയിട്ടുള്ള ഒരുപോലെയുള്ള സിമിലർ കംപ്ലൈന്റ്സും ആയിട്ട് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് 72 hours മടങ്ങി വരുന്ന ആ റിട്ടേൺ ആയത് ആ നമ്പേഴ്സ്
അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു ദ എമർജൻസി. ആ എമർജൻസിയിലേക്ക് വന്ന ആ പേഷ്യൻസിന്റെ എണ്ണം. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു എമർജൻസീസ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ എമർജൻസിയിലേക്ക് വന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. എല്ലാത്തിനും 100 ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഒരെണ്ണം മാത്രമാണ് ആ 1000 ഇൻവെസ്റ്റിഗേഷനിലുള്ളത് മാത്രമാണ് 1000 വന്നേ. ബാക്കി എല്ലാം തന്നെ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. Number of return to emergency within 72 hours within similar presenting complaints. ഒരു സിമിലർ കംപ്ലൈൻസ് ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസിയിലേക്ക് മടങ്ങി വരുന്ന റിട്ടേൺ ചെയ്തിട്ടുള്ളതിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ്. ആ എമർജൻസിയിൽ വന്ന മൊത്തം പേഷ്യൻസിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു ദ എമർജൻസിയിലേക്ക് വന്ന പേഷ്യൻസിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നെക്സ്റ്റ് 12th നോക്കിയേ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. ഇവിടെ 1000 പേഷ്യന്റ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റേത് 1000 ഇൻവെസ്റ്റിഗേഷൻ തന്നുകൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ അതുപോലെ 1000 കൊണ്ടാണ്. ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമുള്ള പ്രഷർ അൾസേഴ്സ് ഒക്കെ പറയുന്നത് ഇൻസിഡൻസ് സംഭവങ്ങൾ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. അഡ്മിഷന് ശേഷം ഉണ്ടാകുന്ന ഇൻസിഡൻസ് പറഞ്ഞേക്കുന്നത്. A pressure ulcers is localized injury to the skin and or underlying tissue normally on bony prominence as the result of pressure or pressure in the consultation with shear and or frictions. ഇതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഒരു പ്രവേശനത്തിന് ശേഷം അവരുടെ അഡ്മിഷന് ശേഷം വരുന്ന പ്രഷർ. ഇതിന് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? സ്കിന്നോ അണ്ടർലൈൻ ടിഷ്യൂസ്, സ്കിന്നിനോ അല്ലെങ്കിൽ അൾസർ എന്ന് പറഞ്ഞ ലോക്കലൈസ്ഡ് ഇഞ്ചുറി ആണ് സ്കിൻ ആൻഡ് അണ്ടർലൈൻ ടിഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ചാണ്. അതൊന്നും നോക്കണ്ട, അതിന്റെ ഫോർമുല നോക്കുക. ഇവിടെ എന്താണ് ഫോർമുല? നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ number of patient who develop new wrong sending or pressure ulcer. ഇവിടെ എന്താണ് ഡിവൈഡ്? ഒരു മിനിറ്റ്, ഞാൻ ടെക്സ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. തന്നെ റോങ് സെൻഡിങ് ഓർ പ്രഷർ അൾസർ. അത് തന്നെ അങ്ങനെ ഇത് നോക്കിയേ. ഇവിടെ കൊടുത്തേക്കണേ നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ അല്ലെങ്കിൽ റോങ് സെൻഡിങ് ഓഫ് പ്രഷർ അൾസർ ഡിവൈഡഡ് ബൈ. അവിടെയാണ് ഡിവൈഡ് കൊടുത്തേക്കണേ. പ്രൊനൗൺസിയേഷൻ മനസ്സിലായില്ല. എന്തോ പ്രൊനൗൺസിയേഷൻ എനിക്ക് മനസ്സിലായില്ല. ഏതിന്റെയാണ്? ഈ ഡെവലപ്പ് ന്യൂ കഴിഞ്ഞിട്ട് റോങ് സെൻഡിങ് എന്നാണ് തന്നേക്കണേ. സെൻഡിങ് സെൻഡിങ് എന്നാണ്. വാർസനിങ് അല്ലേ? എന്ത് പ്രഷർ അൾസർ, പ്രഷർ അൾസർ തുടങ്ങിയ രോഗങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഒരു നോക്കട്ടെ കേട്ടോ. ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് നോക്കിയാട്ടെ. ചില ഇതിന്റെ പ്രശ്നമാണോ? മീൻസ് അതെന്താന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ കുറെ കിടക്കുമ്പോ അവർക്ക് അൾസർ ഒക്കെ ഉണ്ടാവും. അതായത് എല്ലുള്ള ഭാഗത്തൊക്കെ എല്ലൊക്കെ മുഴച്ചു നിൽക്കുന്ന ഭാഗത്ത് പിന്നെ ഇത് സ്കിന്നൊക്കെ ഇതായിട്ട് പൊട്ടിപ്പൊഴിയൊക്കെ ചെയ്യും. പൊട്ടിപ്പൊളിയും, കുറച്ച് ബെഡ് സോർ വരും. അതിനാണ് പ്രഷർ അൾസർ എന്ന് പറയാം. പ്രഷർ അൾസേഴ്സ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ നമ്മള് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം വരുന്ന സംഭവമാണ് ഇൻസിഡൻസ് ആണ്. പ്രഷർ അൾസേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ ഇൻടു 100. ഇത് ഡേയ്സ് ആണ്, എത്ര ദിവസം അവർ കിടന്നു എന്നുള്ളതാണ്. നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ്.
അവിടെ ആ ഒരു പേഷ്യന്റ് എത്ര ദിവസം അഡ്മിറ്റ് ആയി അല്ലെ? into 1000. ഇൻറ്റു 1000 ആണ്. മിസ് ആ റോങ് സെൻഡിങ് ആ അത് ഞാനൊന്ന് മീനിങ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ചില വേർഡ്സുകളെ ഇതിന്റെ ടൈപ്പിങ്ങിന് അന്ന് രണ്ട് ഡിവൈഡിങ് ഉണ്ടോ? അതോട് സ്ലാഷ് ഡിവൈഡ് അല്ല, അവിടെ ഓർന്നുള്ള മീനിങ് കൊടുത്തേക്കണേ. ഡെവലപ്പ് ന്യൂ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതായത് പുതിയതായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ ആദ്യം ഉള്ളത് വേഴ്സണിങ് ആവുക, അധികം കൂടുതലാവുക ചെയ്യാന്നുള്ള അർത്ഥമാണ്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുക എന്നുള്ളത് ചിലപ്പോ വരുമ്പോഴേ അഡ്മിറ്റ് ചെയ്യുമ്പോഴേ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും. അത് കൂടുതൽ വേഴ്സന്റ് ആവും, കൂടുതലാവും ആ പൊട്ടല്. അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാവുന്നതോ ന്യൂ ഓർ വേഴ്സണിങ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുക അല്ലെ, ഇഞ്ചുറി അർത്ഥമാണ്. ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ പ്രിന്റിങ്ങിന്റെ പ്രശ്നമാണോ നോക്കിയതാണ്. ഓക്കെ, അപ്പൊ അവിടെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തോ അഡ്മിഷന് ശേഷം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഉള്ള ഇഞ്ചുറി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുമോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഓർന്നാണ് കേട്ടോ. അവിടെ ഡിവൈഡ് അല്ല, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ ഇൻറ്റു 1000. നെക്സ്റ്റ് നോക്കിയേ, 13ാമത്തെ നോക്കിയേ, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. കത്തീറ്റർ എന്നാ? കത്തീറ്റർ യൂറിനൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഇടുന്ന ട്യൂബ് അല്ലെ. യൂറിനൊക്കെ പോകാൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യണ കത്തീറ്റർ, മൂത്രമൊക്കെ പോകാനായിട്ട് ട്യൂബ് ഇടുന്നത്. അതിന്റെ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ റേറ്റ് നോക്കിയേ. ഫോർമുല നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ UTI ഇൻ എ മന്ത്. ഒരു മാസത്തെ കാര്യം പറഞ്ഞേക്കണം ഇവിടെ. ആ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത യൂറിനറി കത്തീറ്റർ പോയിട്ട് ആ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റേഴ്സിന്റെ എണ്ണാണ് അവിടെ പറഞ്ഞേക്കണേ. ഇത്ര പേർക്ക് ഒരു മാസം ഇത്ര പേർക്ക് യൂറിനറി കത്തീറ്റർ യൂസ് ചെയ്തു. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ച എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. എന്താ പറഞ്ഞേക്കുന്നേ? ഡിവൈഡഡ് ബൈ ഒരു മാസത്തിലെ ആ യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ആ ഒരു നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ആ ഒരു മാസത്തിലെ മൊത്തത്തിലുള്ള യൂറിനറി കത്തീറ്റേഴ്സിന്റെ എണ്ണം, പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ പറഞ്ഞത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന യൂറിനറി കത്തീറ്ററിന്റെ നമ്പറാണ് ഫസ്റ്റ് പറഞ്ഞേക്കണേ. രണ്ടാമത്തെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലാതെ കത്തീറ്റർ യൂസ് ചെയ്യാലോ. സർജറീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് യൂറിനറി കത്തീറ്റർ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ മൊത്തത്തിലുള്ള നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റത്തെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള യൂറിനറി കത്തീറ്ററിന്റെ നമ്പറാണ് വരുന്നത്, ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അവിടെ മൊത്തം യൂസ് ചെയ്ത ആ ഒരു മന്ത് യൂസ് ചെയ്ത യൂറിനറി കത്തീറ്ററിന്റെ നമ്പർ. അപ്പൊ അത് യൂറിനറി ഇൻഫെക്ഷൻ ട്രാക്ട് ഇൻഫെക്ഷൻ മൂലമാവണമെന്നില്ല അവിടെ കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത കാര്യം കൊണ്ടും കത്തീറ്റർ യൂസ് ചെയ്യുന്ന അതിന്റെ എണ്ണം. ഇതുപോലെ എന്താ നോക്കിയേ, 14ാമത്തെ നോക്കിയേ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഓക്കെ, ഫോർമുല നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. ഒരു മാസം ന്യൂമോണിയ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രശ്നമായിട്ട് വരുന്ന നമ്പർ ഓഫ് വെന്റിലേറ്റേഴ്സിന്റെ എണ്ണം. അത് ന്യൂമോണിയ മൂലം വെന്റിലേറ്റർ യൂസ് ചെയ്യുന്ന ആ വെന്റിലേറ്റേഴ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസം മൊത്തം ഉപയോഗിച്ച വെന്റിലേറ്റർ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു
1000. ഇപ്പൊ ഫസ്റ്റത്തേല് ന്യൂമോണിയ അസോസിയേറ്റഡ് വെന്റിലേറ്റർ ആയിരുന്നു. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ ദാറ്റ്. ആ ഒരു മാസം, ഒരു മാസത്തിലെ ഇന്നേ മന്ത്, ആ ഒരു മാസത്തില് ന്യൂമോണിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത നമ്മൾ ഉപയോഗിച്ച വെന്റിലേറ്റേഴ്സിന്റെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റേഴ്സ്. അവിടെ മൊത്തം, അതല്ലാതെ വെന്റിലേറ്റർ യൂസ് ചെയ്യാലോ വേറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും. അപ്പൊ അവിടെ മൊത്തത്തില് നമ്മൾ വെന്റിലേറ്റർ യൂസ് ചെയ്ത വെന്റിലേറ്ററിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000. ഓക്കെ, ഇനി അടുത്തത് 15. ഓക്കെ, okay. Central line associated bloodstream infection rate. Central line associated bloodstream infection rate. Bloodstream എന്ന് വെച്ചാൽ രക്തപ്രവാഹം. നമ്മളിങ്ങനെ എന്താണ് ഒരു സെൻട്രൽ ലൈനോ അതെന്താ വെച്ചാല് സാധാരണ പിന്നെ ഈ നമ്മള് ബ്ലഡ് ഇതിന് വേണ്ടിയിട്ട് കൈമലോ പിന്നെ കഴുത്തിനോ ഒക്കെ ആയിട്ടാണ്, നമുക്ക് കാൽമല കൂടിയൊക്കെയാണ് പിന്നെ ഇത് ബ്ലഡ് കയറ്റുന്നത്, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ അല്ലാതെ എല്ലാം കൂടി ഒന്നിച്ച് ഒറ്റ ട്യൂബിലൂടെ കയറ്റുന്നതിനാണ് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബ്ലഡ് സ്ട്രീമിലൂടെ കയറ്റുന്നു. ഒരു സെൻട്രൽ ലൈൻ ആണ് എല്ലാത്തിനെയും കൂടി പൊതുവായിട്ട് ഒരു സെൻട്രൽ ലൈൻ ചെയ്ത് ഒരു സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ഇതെല്ലാം ഇതുപോലെ തന്നെയാ വന്നേക്കുന്നത്. ഇത് 3 ഇക്വേഷൻസും എല്ലാം സെയിം തന്നെയാ വന്നേക്കുന്നത് കേട്ടോ. Number of central line associated bloodstream infection in a month divided by number of central line days in that month into 1000. അടുത്ത നോക്കിയേ, സെയിം തന്നെയാണ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റോ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസത്തിലെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസത്തിലെ നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം, അതിന്റെ നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. അവിടെ മൊത്തം പെർഫോം ചെയ്ത സർജറീസിന്റെ എണ്ണം. നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തില് പെർഫോം ചെയ്ത സർജറീസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. Number of surgical site infection in a given month divided by number of surgeries performed in that month. Number of surgeries performed in that month into 100. ഒരു മാസത്തിൽ പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം. ഒരു മാസത്തിലുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണത്തെ അവിടെ മൊത്തം പെർഫോം ചെയ്ത നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തിലുള്ള പെർഫോം ചെയ്ത സർജറീസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, 16 എണ്ണാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കി പെർസെന്റേജ് ആണോ കാണാനുള്ള? ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ പെർസെന്റേജ് ആയിരിക്കും അല്ലേ? ആ, പെർസെന്റേജ് ഇൻഫെക്ഷൻ റേറ്റ് പെർസെന്റേജിൽ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ചിലത് മാത്രമാണ് 1000ലേക്ക് തന്നേക്കുന്നത്. ഞാനത് ഇമ്പോർട്ടന്റ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫുള്ള് നിങ്ങൾ പഠിക്കണമെന്നില്ല കേട്ടോ. ഇതോർത്ത് കുറെ ഉണ്ടല്ലോ, 32 ഫോർമുലാസ് ഉണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ഉള്ളത് പഠിച്ചാൽ മതി. സെലക്ട് ചെയ്ത് തരാം. ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നോക്കട്ടെ. 3 എണ്ണത്തിൽ നോക്കിയായിരുന്നു. 2 കൂടി നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം, അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഫോർമുലാസ് എന്തായാലും നമുക്ക് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കിയത്. ഫോർമുലാസ് ഇപ്പൊ അല്ലാതെ ഇതെന്താണ് അല്ലെങ്കിൽ അതെന്താണെന്ന് അങ്ങനെയല്ല ചോദിക്കുന്നത്, ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഫോർമുല എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ആ ഫോർമുലാസ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 16 കഴിഞ്ഞു. നമ്മൾ 10 വരെയല്ലേ എഴുതിയതാ, അപ്പൊ അത് 6 കൂടി ഇതിലേക്ക് എഴുതി വെച്ചോട്ടോ. ഇത് തന്നെ എഴുതിക്കോ. 11:55 ആയില്ലേ? ബുദ്ധിമുട്ടാണോ അത് ഫോർമുലാസ് പഠിക്കാൻ? ഓപ്ഷൻസ് ഉണ്ടാവില്ല, ഓപ്ഷൻസ് ഉണ്ടാവില്ല, ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ. ഇപ്പൊ ഒരു രക്ഷയില്ല, ഈ ഫോർമുലാസ് ഇങ്ങനെ തന്നെയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതെല്ലാനും ആണെങ്കിൽ ഒരേപോലെ തന്നെ ഉള്ളതാണല്ലേ, ചെറിയൊരു വ്യത്യാസമൊക്കെ ഉള്ളു ഓരോന്നുമായിട്ട്. അതിനകത്ത് ജസ്റ്റ് ഇത് നോക്കാം. ഇപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഫോർമുല ടു ഫൈൻഡ്, ഇപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ആണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, അങ്ങനെ തന്നേക്കുന്നത്. എന്നിട്ട് അവിടെ ഫോർമുലാസ് തരും അവിടെ. അപ്പൊ ഇവിടെ തിരിച്ച് നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഇൻടു 1000. പിന്നെ തിരിച്ചും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ തിരിച്ചു തരാം. പിന്നെ അല്ലെങ്കിൽ അവിടെ പെർസെന്റേജ് ആണ് കാണാനുള്ളതെങ്കിൽ പെർസെന്റേജ് തന്നെ ക്വസ്റ്റ്യനിൽ കൊടുക്കണം. ഇത് ചിലത് 100 ആണ്, ചിലത് 100 ആണെന്നല്ലേ. അതാണ് 100-ലാണെങ്കിൽ ഞങ്ങൾ പെർസെന്റേജ് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഞങ്ങൾക്ക് 100 എഴുതാം. അത് ശരിയാണ്, സത്യം പറഞ്ഞത് ശരിയാണ്. പെർസെന്റേജ് ആണെങ്കിൽ പിന്നെ ഇൻറ്റു 100 തന്നെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റു അങ്ങനെയാണ് കണ്ടേക്കുന്നത് കേട്ടോ. പിന്നെ അതിനകത്ത് ഇൻറ്റു ചെയ്തിട്ടുണ്ടാവില്ല. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്, അങ്ങനെയും തരാം. അവിടെ ഇൻറ്റു 100 തന്നിട്ടില്ല, ഇൻറ്റു 1000 തന്നിട്ടില്ല, അങ്ങനെ. പിന്നെ അതുപോലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തിരിച്ചു തരാം. പിന്നെ ഇതുപോലെ നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഇൻറ്റു നമ്പർ ഓഫ് വെന്റിലേറ്റേഴ്സ് ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്, അങ്ങനെയാണ് ഓപ്ഷൻസ് കണ്ടേക്കുന്നത്. ഓക്കെ, എന്തായാലും അത്ര ടഫ് ഒന്നുമില്ല, ജസ്റ്റ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഫുള്ള് കാണാതെ എന്തായാലും പഠിച്ചു വെക്കണ്ട. അപ്പൊ ഈ ബാലൻസ് 6 നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ ബുക്കിലേക്ക്. ഇത് നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കുന്ന രീതിയിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ഇല്ല. ഇതിന്ന് ഫോർമുലാസ് മാത്രമേ പഠിക്കണ്ടേ, അതുകൊണ്ട് അത്ര മറ്റുള്ളത് നോക്കണ്ട, ഫോർമുലാസ് നോക്കാം. പറയോ എന്തോ ഇതില് ഇമ്പോർട്ടന്റ് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ പിന്നെ 32 നിങ്ങളിരുന്ന് പഠിക്കണ്ടേ. ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ജസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് ഇതിന് തീരെ ഇതില്ലാത്തത് നമുക്ക് ഒഴിവാക്കാമല്ലോ. പിന്നെ നിങ്ങൾ അത്രയും കുറച്ച് പഠിച്ചാൽ മതിയല്ലോ, ലാസ്റ്റ് ഇത്രയും ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഒരുപാടുണ്ടല്ലോ പഠിക്കാനും ഇല്ലേ. ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കുമ്പോ തേർഡും ഫോർത്തും ചാപ്റ്റർ കുറവാണെങ്കിലും കുറെ ഇല്ലേ പഠിക്കാൻ. എല്ലാവരും കൂടി ഇങ്ങനെ തന്നെയല്ലേ ചാപ്റ്റേഴ്സ്? എല്ലാം ഇങ്ങനെ തന്നെ, എല്ലാരും ഇങ്ങനെ ഒരു കെട്ടുണ്ടല്ലേ ഒരു ചാപ്റ്റർ. 10ഉം 20ഉം 22ഉം പേജ് ഉണ്ട് ഓരോ ചാപ്റ്റേഴ്സ് ലാസ്റ്റ് വരുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് റിവിഷൻ സമയം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻസ് ഏരിയ. പിന്നെ വേറൊന്ന് ഞങ്ങൾക്ക് തെറ്റുന്നത്, നിങ്ങൾ ഓപ്ഷൻ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് അവരിടുമ്പോ ചിലപ്പോൾ ടിക്ക് വേറെ മാറിയിട്ടുണ്ടാവുക. അങ്ങനെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സഫിയ പറഞ്ഞായിരുന്നു കറക്റ്റ് ഉള്ളതല്ല അതില് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് കറക്റ്റ് എഴുതിയാലും ഞങ്ങൾക്ക് തെറ്റായിട്ട് വരും, അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ എക്സാമിന് അങ്ങനെ ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, എന്തോ ഒരു ഓപ്ഷൻ മാറിക്കെടുക്കായിരുന്നു, എക്സ്പാൻഡഡ് ഫോമിന്റെയോ അങ്ങനെ എന്തോ മാറിയേക്കായിരുന്നു എന്ന് പറഞ്ഞു. നോക്കാം നമുക്ക്. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പൊ ഈ ഫോർമുലാസ് നോക്കിയാൽ മതി കേട്ടോ. ഇതിനകത്തുള്ള ഫോർമുലാസ് ബാക്കിയത്തെ ഒരു 6 കൂടി നമ്മൾ ഇന്നിപ്പോ 10 എഴുതി വെച്ചില്ലേ ഓൾറെഡി. അതിന്റെ ഒപ്പം ഈ 6 കൂടി അതിനോട് ചേർത്ത് എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. Okay, thank you.